പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കന്യാകുമാരിയുടെ ശാന്തതയിലേക്ക് വന്നിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം 45 മണിക്കൂർ നേരം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കടന്നു പോകുന്നൊരു സംസ്കാരത്തിൻ്റെ മഹിമയുമായി ധ്യാനത്തിൻ്റെ നിറവിലേക്ക് പ്രധാനമന്ത്രി ഇറങ്ങുകയാണ്. നമുക്കൊപ്പം VA ഗിരീഷ് ചേരുന്നു വിവരങ്ങളുമായി. ഗിരീഷ്, ഈ പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനായി ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം 10 മിനിറ്റോളമായി അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക്, വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം എത്തി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വിവേകാനന്ദ കേന്ദ്രത്തിന് വലം വെച്ച ശേഷം ഇപ്പോൾ തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. തിരുവള്ളൂരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം തന്റെ ധ്യാനം തുടങ്ങുക. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് എത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം വീണ്ടും അകത്ത് കയറി തന്റെ 3 ദിവസത്തെ, അതായത് 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകാന്ത ധ്യാനത്തിന് തുടക്കം കുറിക്കും. വൈകുന്നേരം 5:10 അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് എത്തിയത്. കന്യാകുമാരിയിൽ എത്തിയ ശേഷം അദ്ദേഹം നേരെ PWD ഗസ്റ്റ് ഹൌസിലേക്കാണ് പോയത്. അവിടെ നിന്ന് തന്റെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പായി കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതനുസരിച്ച് അദ്ദേഹം കന്യാകുമാരി ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഇവിടെ നടക്കുന്ന പൂജകളിലും ചടങ്ങുകളിലും ഒക്കെ അദ്ദേഹം പങ്കെടുത്തു. ഇതിനുശേഷമാണ് റോക്ക് ജെട്ടിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരുന്നു. വിവേകാനന്ദ പാറയിൽ എത്തിയ ശേഷം അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി വിവേകാനന്ദ കേന്ദ്രത്തിന് ചുറ്റും വലം വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക്, അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പായ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനത്തിലായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത്. 2000-ഓളം പോലീസുകാരെ കരയിലും കടലിലുമായി വിന്യസിച്ചു കഴിഞ്ഞു. 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം കടലിലാകട്ടെ, കാരണം നമുക്കറിയാം വിവേകാനന്ദ പാറയും തിരുവള്ളൂരും പ്രതിമയും ഒക്കെ നിൽക്കുന്നത് കടലിലേക്ക് ചേർന്നാണ്, കടലിലേക്ക് ഇറങ്ങിയാണ്. സ്വാഭാവികമായും കടലിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ നാവികസേനയുടെ പ്രത്യേക തയ്യാറാക്കിയ ബോട്ടുകൾ കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ഒക്കെ കപ്പലുകൾ ഇതിന് ചുറ്റും, വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും ഇപ്പോൾ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ വളരെ വലിയ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഏകാന്ത ധ്യാനവുമായി ബന്ധപ്പെട്ട കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ വളരെ മുമ്പ് തന്നെ ഉയർന്നു കഴിഞ്ഞതാണ്. കാരണം ഇന്ന് അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിന് ശേഷം പരസ്യ പ്രചരണം ഉണ്ടാകില്ല. നാളെ നിശബ്ദ പ്രചരണമാണ്. പക്ഷേ ഈ മോദിയുടെ ഈ ധ്യാനം ദേശീയ മാധ്യമങ്ങളെ അടക്കം തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുവഴി BJPക്ക് വോട്ട് നേടുന്നതിനും അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള, വോട്ട് ലാഭം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള ഒരു പ്രകടനമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുകയായിരുന്നു. ധ്യാനം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. ഇക്കാര്യത്തിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം, ഈ എതിർപ്പുകളെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനം ആരംഭിക്കും. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ അദ്ദേഹം ഒരു ധ്യാനം നടത്തിയത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും ഒക്കെ ഇടയാക്കുകയും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി BJP ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. സ്വാഭാവികമായും വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഈ ഏകാന്ത ധ്യാനം ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക വോട്ടെടുപ്പിനെ എന്നുള്ളത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. VA ഗിരീഷാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ, 45 മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിൽ ആയിരിക്കും.
മാത്രമല്ല ഇത് ഒരു എല്ലാ ശ്രദ്ധയും തന്നിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ളൊരു ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസും മറ്റുള്ള കക്ഷികളുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധ്യാനം വ്യക്തിപരമായ ഒരു കാര്യമാണ്, അതിൽ ഇടപെടാൻ കഴിയില്ല, അത് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനായി കാണില്ല എന്ന രീതിയിലുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ എടുത്തിരുന്നു.